നമസ്കാരം. നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ പ്രതി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. എന്താണ് അവരുടെ കറണ്ട് എനർജി? ഓക്കെ, 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ചിന്തകളെല്ലാം ഇപ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർ സത്യസന്ധമായിട്ടല്ല ചിന്തിക്കുന്നത്. ഒന്നുകിൽ അവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചീറ്റിംഗ് സംഭവിച്ചതായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിരന്തരമായിട്ട് അവരോട് പറഞ്ഞ് ധരിപ്പിച്ച് അവർ ആ ഒരു റിലേഷൻഷിപ്പിനെ അവർ വളരെ നെഗറ്റീവായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഈ റിലേഷനുമായി ബന്ധപ്പെട്ട്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുമോ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുമോ? ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകും, പക്ഷേ ഈ ഒരു സമയം തേർഡ് പാർട്ടി ഇവിടെ കൺട്രോളിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി തന്നെയാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടെങ്കിൽ മാത്രമേ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, നിങ്ങൾക്ക് ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഇത് സണ്ണിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകും. സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ഗ്രഹണമാണ്. ഒരു ഗ്രഹണം എത്രത്തോളം തേർഡ് പാർട്ടി ബ്ലാക്ക് എനർജി കൊണ്ടോ ബ്ലാക്ക് മാജിക് കൊണ്ടോ ഒക്കെ ആഭിചാര കർമ്മങ്ങൾ കൊണ്ടോ ഒക്കെ നിങ്ങളുടെ ബന്ധത്തെ തകർത്ത് വയ്ക്കാം, തളർത്തിയിടാം. പക്ഷേ അതൊരു സമയത്ത് മറന്നേക്ക് പുറത്തു വരും എന്നുള്ളതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവരുടെയും എനർജി ഇതിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നു എങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.